ഞങ്ങളിന്ന് കുന്നംകുളം വന്നിരിക്കുകയാണ്. കുന്നംകുളം എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ ആൻറ്റീൻ്റെ വെഡ്ഡിങ് ആണ്, ജനുവരി 21 അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചുവിനും ചേച്ചിക്കുട്ടിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പക റെഡിമെയ്ഡ്സിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഷോപ്പ് തന്നെയാണ്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ കിച്ചു നല്ല ഹാപ്പി ആയിട്ട് ആണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. കിച്ചനും ആ ചേച്ചിക്കുട്ടിക്കും മാത്രം തുണിക്കടയിൽ നിന്ന് പോയിട്ട് എടുക്കാം എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ കുട്ടികളെ സെക്ഷൻ മുകളിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് ഓടി കയറുന്നുണ്ട് കിച്ചു. അപ്പോൾ അവൾക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് ലഹങ്ക ആയിരുന്നു. ലഹങ്ക, ചോളി, ലാച്ച ഈ മോഡൽ ഡ്രസ്സാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ അത് ചോദിച്ചപ്പോൾ ലഹങ്ക, ചോളി ആ മോഡൽ ഡ്രസ്സ് ഇതിപ്പോൾ ചേച്ചിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നോക്കിയ ഡ്രസ്സാണ്. ഇത് പക്ഷേങ്കിൽ നല്ല കാണാനൊക്കെ നല്ല ഡ്രസ്സാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിൽ കൂടുതലായിപ്പോയി അതിൻ്റെ വില. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങളൊരു 2500 വരെയുള്ള ഡ്രസ്സാണ് നോക്കിയിട്ടുള്ളത് കേട്ടോ ചേച്ചിക്ക്. അപ്പോൾ എന്താ പറഞ്ഞാൽ 3 ജോഡി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7000 8000 ആ ഒരു ബഡ്ജറ്റിൽ അവളെ ഡ്രസ്സ് ഒതുങ്ങണം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ഡ്രസ്സ് നോക്കി. അപ്പോൾ അതിനിടയിൽ കിച്ചുവിൻ്റെ ഫ്രോക്ക്. അപ്പോൾ കിച്ചുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കുത്തി തിറക്കുന്ന പോലത്തെ ഡ്രസ്സൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആവണം. പിന്നെ എന്താ അങ്ങനെ അവളെ ഇഷ്ടത്തിന് തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരെണ്ണം ഇതാണ്, പിന്നെ ഒരെണ്ണം ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോൾ ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലെ പറഞ്ഞു കിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് നോക്കിയ ശേഷം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 1800 സംതിങ് കണ്ടാൽ തോന്നുന്നു. അപ്പോൾ അവൾ ഒറ്റ യൂസ് ചെയ്ത് പിന്നെ അത് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് പിന്നെ അവളുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തു കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ മാറ്റി. അപ്പോൾ അതിന് ശേഷം ചേച്ചിക്കുട്ടിക്ക് ജീൻസും ക്രോപ്പ് ടോപ്പും വേണം, ട്രാവലിന് അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അളവ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിൽ കയറി. അപ്പോൾ ഓക്കെയാണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനോട് കിച്ചു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. കിച്ചുവിന് ടൈം പോകുന്നില്ല സത്യം പറഞ്ഞാൽ. സെലക്ട് ചെയ്ത് വരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ തുണി മെറ്റീരിയലൊക്കെ ഓക്കെയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ഫാൻസി വരുന്നുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് ക്യാഷ് അധികം കൊടുക്കേണ്ടി വരും ഇവിടുന്ന് വാങ്ങുമ്പോൾ. അതെനിക്ക് ഇവിടെ നമ്മളെ ഒരു സാധാരണക്കാർക്ക് എന്താ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഡ്രസ്സ് ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. എനിക്ക് ഇവിടെ പോയതുകൊണ്ട് എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞാൽ അറിയില്ല, ഉണ്ടാവുമായിരിക്കും. നമ്മൾ കുറേ നോക്കിയിട്ട് നമുക്ക് ആ ഒരു നല്ല അത്യാവശ്യം നല്ല ക്യാഷ് കൊടുക്കേണ്ടി വന്നു ഡ്രസ്സിന് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇനി ഈ 2 ജോഡി 2 പേർക്ക് എടുക്കണം. അപ്പോൾ കേരള വസ്ത്രാലയയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഓരോ ജോഡി എടുത്തിട്ട് ഇറങ്ങുന്നതിന് മുന്നേ അപ്പോൾ ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ബില്ല് പേ ചെയ്യുന്നിടത്ത്. അപ്പോൾ എന്താ പറയണ്ടേ, അവിടെ ഇവിടെയെല്ലാം കിച്ചു ഡാൻസൊക്കെ കളിച്ച് അതിനിടയ്ക്ക് ഡിസ്പ്ലേ ഒക്കെ നോക്കി ഡിസ്പ്ലേ സെറ്റ് ചെയ്തതെന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കിച്ചു ബില്ല് പേ ചെയ്യാൻ വേണ്ടി ബില്ല് പേ ചെയ്തു. പിന്നെ ആ ബില്ല് പേ ചെയ്തതിന് ശേഷം ഇപ്പുറം വന്നിട്ടാണ് ഡ്രസ്സ് വാങ്ങേണ്ടത് കേട്ടോ. ഇപ്പുറം ഒരു സെക്ഷനിൽ 2-3 പേര് ഇരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങണം. അപ്പം നമ്മൾ അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ നോക്കി കളിച്ചു. അതിനിടയ്ക്ക് ഒരു പന്ത് ബാസ്ക്കറ്റിലിടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൽ കിച്ചുവിൻ്റെ പപ്പ കയറി അത് 2 പ്രാവശ്യം ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത
ടൈം നമ്മളവിടെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ 50%, 5% അങ്ങനെ അങ്ങോട്ട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം കിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓപ്പേഷ്യയിലേക്ക് വന്ന് അവിടുന്ന് മൊജിറ്റോ വാങ്ങി കഴിച്ചു. പിന്നെ പൊറോട്ടയോ അങ്ങനെ എന്തെങ്ങാണ്ട് വാങ്ങി കഴിച്ച്. മൊജിറ്റോ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.